ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് കുറച്ച് സമയം കിട്ടി നമുക്കൊരു ഡിഷ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, നെയ്യ്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മൾ എന്താ പറയുക ചപ്പാത്തി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി നാളികേരം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 സ്പൂണ് പഞ്ചാരയും കൂടി ആഡ് ആക്കിയിട്ട് നല്ലതുപോലെ കുഴച്ച് തിരുമ്പി അത് സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ പരീക്ഷണങ്ങളാണ് കേട്ടോ. എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചപ്പാത്തിക്ക് കുഴക്കാനാണ് ചെറിയ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള സാധനം ഇരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ നമ്മൾ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് പരത്തില്ലേ, അതേപോലെ ഇത് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ കയ്യിലിട്ട് നൈസായിട്ട് ഇങ്ങനെ കനം കുറച്ച് പരത്തി എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്നും കൂടി ബോൾ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യാനായിട്ടത്. നമ്മളിതിലേക്ക് നെയ്യും കൂടി ആഡ് ആക്കിയിട്ടുള്ളത് കൊണ്ട് അത് സോഫ്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക പൊട്ടാതെയൊക്കെ നല്ല രീതിയിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് നാളികേരം ഫില്ല് ചെയ്ത് അതിങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി ചെമ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കത്തിച്ച് അതിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം, അതായത് ചിലർ തിളക്കിനേക്കും പടു വയ്ക്കും, ചിലർ തിളച്ചിട്ട് വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ തിളച്ചതിന് ശേഷം എല്ലാ കോഴിക്കോട്ടുകളും പോലത്തെ സാധനം ഇട്ട് കൊടുക്കുകയാണ്. കോഴിക്കോട്ടല്ല, നമ്മുടെ ഗോതമ്പുണ്ട ഇട്ട് കൊടുക്കുകയാണ്. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെന്തിട്ട് പുറത്തെടുത്തിട്ട് ചൂടാറിയിട്ടാണ് നമ്മൾ കഴിക്കാൻ സെർവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടന് കൊടുത്ത് അടിപൊളി. നമ്മുടെ ഇവിടെ നിന്ന് തിരക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഓക്കെ, ബൈ.